സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 100 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആദ്യത്തെ ചോദ്യം, രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്നാണ്. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. നവംബർ 30 നവംബർ 30 രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ്. ധാതു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം. ധാതു മിയാന്റെ നേതൃത്വത്തിൽ നടന്നത് ഫറൈസി കലാപമാണ്. ഫറൈസി കലാപം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ധാതു മിയാൻ. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഇരുമ്പാണ്. ഇരുമ്പ്. പാകമായ ഇലകൾ, ഫലങ്ങൾ എന്നിവ പൊഴിയാൻ സഹായകമായ സസ്യ ഹോർമോൺ ഏതാണ്? പാകമായ ഇലകൾ, ഫലങ്ങൾ എന്നിവ പൊഴിയാൻ സഹായകമായ സസ്യ ഹോർമോണാണ് അബ്സസിക് ആസിഡ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്? ഭരണഘടന നിലവിൽ വന്നപ്പോൾ 395 അനുച്ഛേദങ്ങളും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നിലവിൽ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളുമാണ് ഉള്ളത് എന്ന് കമന്റ് ചെയ്യുക. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 395 അനുച്ഛേദങ്ങളും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര്. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര് സുഷമ സ്വരാജ് ഭവൻ. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരാണ് സുഷമ സ്വരാജ് ഭവൻ. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്നു. രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ ഏതാണ്? രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോണാണ് മെലാട്ടോണിൻ. രാത്രി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പകൽ കുറവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം. വെള്ളി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില. പെട്രോളിയം രൂപം കൊള്ളുന്നത് ഏത് ശിലയിലാണ്? അവസാദ ശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1951 ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. 1951. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. ഏതാണ്? ബേക്കലൈറ്റ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയഡിൻ. ഏതാണ്? അയഡിനാണ്.
ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാന. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപമേത്? വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഡയോഡ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി? പെരിയാർ നദിയാണ്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ അയ്യത്താൻ ഗോപാലൻ. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ല. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാതയാണ് ഓർബിറ്റ്. മാലിദ്വീപ് ഏത് മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. അവകാശികൾ. പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെട്ട ഭാഷയാണ് തെലുങ്ക്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത്? അഡ്രിനാലിനാണ്. 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ശരീരത്തിലെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്നത് വായയെ ബാധിക്കുന്ന രോഗമാണ്. വായയെയാണ്. പ്രകാശ സംശ്ലേഷണ തോത് കൂടുന്നത് ഏത് ഘടകവർണ്ണം ഉപയോഗിക്കുമ്പോഴാണ്? ചുവപ്പ്. ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തെക്കാൾ തന്റേതാണ് എന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്? പട്ടാഭി സീതാരാമയ്യയെ കുറിച്ചാണ് ആ വ്യക്തിയുടെ പരാജയത്തെക്കാൾ തന്റേതാണ് എന്ന് ഗാന്ധിജി പ്രസ്താവിച്ചത്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? പർവ്വത മണ്ണ്. സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആര്? KR ഗൗരിയമ്മയാണ്. സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് KR ഗൗരിയമ്മ. ലോമികകൾ കണ്ടുപിടിച്ചത് ആര്? കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജി ആണ്. ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജി. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനമാണ് ഈഡീസ് ഈജിപ്തി. കൊതുക് ഇനം ഏതാണ്? ഈഡീസ് ഈജിപ്തി. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? ആർബോ വൈറസ് ആണ്. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? ആർബോ വൈറസ്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം? വീക്കമാണ് നെഫ്രൈറ്റിസ്. ബാധിക്കുന്നത് വൃക്കയെയാണ്. ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമമാണ് ട്രിറ്റിക്കം ഈസ്റ്റീവം.
ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമമാണ് ട്രിറ്റിക്കം ഈസ്റ്റീവം. ട്രിറ്റിക്കം ഈസ്റ്റീവം എന്നത് ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമമാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏത്? യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണ രാഗത്തിലാണ്. ശങ്കരാഭരണം. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഇലക്ട്രോൺ കണ്ടെത്തിയ പരീക്ഷണം. ഇലക്ട്രോൺ കണ്ടെത്തിയത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ ആണ്. JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് മില്ലിക്കൻ ആണ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് റോബർട്ട് മില്ലിക്കൻ. ഏതിനത്തിൽപ്പെട്ട ജീവിയാണ് ഗ്രാമലക്ഷ്മി? ഗ്രാമലക്ഷ്മി. ഗ്രാമലക്ഷ്മി എന്നത് കോഴിയാണ്. കോഴി. സ്വത്തവകാശം ഇപ്പോൾ ഏതു തരം അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. നിയമാവകാശമാണ്. കേരളത്തിന്റെ പെലെ എന്നറിയപ്പെട്ടത് ആര്? കേരളത്തിന്റെ പെലെ എന്നറിയപ്പെട്ടത് TKS മണിയാണ്. TKS മണിയാണ് കേരളത്തിന്റെ പെലെ എന്ന് അറിയപ്പെട്ടത്. TKS മണി. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയാണ് കാസർഗോഡ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1995 1995. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏത്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. ഹോർമോണിന്റെ പേര് ആൽഡോസ്റ്റിറോൺ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏത്? ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 350A. അനുച്ഛേദം 350A ആണ്. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ്. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവായിരുന്നത് ആദിത്യവർമ്മയാണ്. ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? ആദിത്യവർമ്മ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന കൃതി ആരുടേതാണ്? MN റോയ് ആണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ ആരുടേതാണ്? MN റോയ്. ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി. ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ എത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. പാമ്പാർ. കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംപ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം. കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തില് 1839 മുതൽ റംപ കലാപങ്ങൾക്ക് വേദിയായത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥി. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. പമ്പ. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ. ഡംബൽ ആകൃതിയിലുള്ളത് P സബ്ഷെൽ ആണ്. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ ഏതാണ്? P. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകം.
മീഥേൻ ആണ്, മീഥേൻ. റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്, ഫോമിക് ആസിഡ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ്, രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്, 4 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിൻ ചൈന എന്തിൻ്റെ വിത്തിനമാണ്? കൊച്ചിൻ ചൈന, കൊച്ചിൻ ചൈന എന്നത് തെങ്ങിൻ്റെ വിത്തിനമാണ്, തെങ്ങ്. തേങ്ങാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏതാണ്? തേങ്ങാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് സൈറ്റോകൈനിൻ ആണ്, സൈറ്റോകൈനിൻ. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന, വർണ്ണാന്തത. ഇഷിഹാര ടെസ്റ്റ്, വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ഏത്? ഒച്ചിന്റെ ആകൃതിയിലുള്ളത് കോക്ലിയയാണ്, കോക്ലിയ. വസൂരിക്ക് കാരണമായ രോഗകാരി, വസൂരിക്ക് കാരണമായത് വേരിയോള വൈറസ് ആണ്, വേരിയോള വൈറസ്. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു, പേശികൾക്ക് നിറം നൽകുന്നത് മയോഗ്ലോബിൻ ആണ്, മയോഗ്ലോബിൻ. പേശികൾക്ക്, പേശികൾക്ക് നിറം നൽകുന്നത് മയോഗ്ലോബിൻ ആണ്. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത്, റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ടയാണ്. ഗോവ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ, ഗോവ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയാണ് കൊങ്കണി. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത്, അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് ലിയനാർഡോ ഡാവിഞ്ചിയുടേതാണ്, ലിയനാർഡോ ഡാവിഞ്ചി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം, ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത് 1986 1986. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, സ്വരാജ്, ദാദാബായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാബായ് നവറോജി. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം അപവർത്തനമാണ്. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം അപവർത്തനം. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ്. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത്, ജനങ്ങളുടെ കോടതി, ലോക് അദാലത്താണ് ജനങ്ങളുടെ കോടതി എന്ന് അറിയപ്പെടുന്നത്, ലോക് അദാലത്ത്. കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്, വയനാട്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി, 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ ആണ്, അസിമുള്ള ഖാൻ. 1920കളിൽ മധാരി പാസയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭമാണ് ഏക പ്രസ്ഥാനം. 1920കളിൽ മധാരി പാസയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭമാണ് ഏക പ്രസ്ഥാനം. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജിയുടെ. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കപ്പെടുന്നതിന് ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിന് വേണ്ട യോഗ്യതകളാണ് ഉണ്ടായിരിക്കേണ്ടത്. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം ഭ്രമണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത് ആസാദ് ദസ്ത, ജയപ്രകാശ് നാരായൺ. അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്, ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പാണ്. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് 17ാം ഗ്രൂപ്പാണ്. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം ബാക്ടീരിയയാണ്, ബാക്ടീരിയ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം, സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി.
കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂരാണ്, കണ്ണൂർ. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതു മേഖല ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അവസാനത്തെ ചോദ്യം, അജ്ഞാതനായ ഇന്ത്യക്കാരന്റെ ആത്മകഥ ആരുടെ രചനയാണ്? അജ്ഞാതനായ ഇന്ത്യക്കാരന്റെ ആത്മകഥ നിരാദ് സി ചൗധരി. നിരാദ് സി ചൗധരിയുടെ രചനയാണ് അജ്ഞാതനായ ഇന്ത്യക്കാരന്റെ ആത്മകഥ എന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.